ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം, എല്ലാ നാമത്തിനും മേലായ നാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരങ്ങളും ഉള്ളവനും ഇനി ഭൂമിയിലെ സകല മനുഷ്യരെ ന്യായം വിധിപ്പാനായിട്ടും ദൈവരാജ്യം സ്ഥാപിപ്പാനുമായിട്ടും 1000 ആണ്ട് വാഴ്ചയ്ക്കായിട്ടും മടങ്ങി വരുന്നവനും നാം എല്ലാവരും അവന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായിരിക്കാലും പ്രിയപ്പെട്ട അല്പനേരം കൂടെ ശ്രദ്ധ വെച്ച് സുവിശേഷം കേൾക്കണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട നമ്മൾ പല ജാതി മതസ്ഥരായിട്ട് ഭൂമിയിൽ ജീവിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവരെ വഞ്ചിച്ചും മറ്റവരെ കളിപ്പിച്ചും പണം ഉണ്ടാക്കുന്നവരാണ്. നാം ഓരോരുത്തരും താന്താന്റെ വഴികളിൽ പാപം ചെയ്യുന്നവരാണ്. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നവരുമാണ്. എന്നാൽ പ്രിയപ്പെട്ട നമ്മൾ ഒന്നും അറിയുന്നില്ല. ഞാനൊരു മരണ ദിവസം എനിക്കുണ്ട്. ഒരു ദിവസം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ഞാൻ സ്നേഹിച്ച എന്റെ ശരീരം, ഞാൻ ഉന്നതഭാവം കാണിച്ചുകൊണ്ട് ദൈവം എനിക്ക് എന്ന ആരോഗ്യത്തോടുകൂടെ മറ്റുള്ളവരെ വെല്ലുവിളിച്ച ശരീരം നാളെ പുഴുവരിച്ചു പോകുന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ മരിച്ചതിന് ശേഷം നമുക്കൊരു നിത്യമായിരിക്കുന്ന ജീവിതമുണ്ട്. യഥാർത്ഥമായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുന്നത് മരിച്ചതിന് ശേഷമാണെന്നുള്ള കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. ഈ ഭൂമിയിലെ ജീവിതം ഏത് നിമിഷവും തീർന്നു പോകുന്നതും പ്രിയപ്പെട്ടവരെ അത് ക്ഷണികവുമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം മായയാണ്. അതായത് ദൈവവചനം പറയുന്നു, യൗവനവും ലാവണ്യവും മായയാണ്. ഒരു പെൺകുട്ടി തന്റെ സൗന്ദര്യത്തിലും യൗവനത്തിലും അഹങ്കരിക്കുന്നു. ഒരു പുരുഷൻ തന്റെ കരുത്തുറ്റ ശരീരം വെച്ച് നെകളിക്കുന്നു. ഒരു സമ്പന്നൻ തന്റെ സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദരിദ്രന്മാരെ പരിഹസിക്കുന്നു. അധികാരമുള്ളവൻ തന്റെ അധികാരത്തിന്റെ വാഴ്ചയുടെ കസേരയിൽ ഇരുന്നു കൊണ്ട് ആ ഇരിപ്പിടത്തിലെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അവനാൽ ഭരിക്കപ്പെടുന്ന ജനങ്ങളെ പുച്ഛിക്കുന്നു. പ്രിയപ്പെട്ട, എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇതെല്ലാം കാണാം. എന്നാൽ ഒരു ദിവസം നീ മരിക്കുമെന്നും മരിച്ചതിന് ശേഷം നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്താണെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ ദൈവഭയമുള്ളവരായിട്ട് ജീവിക്കുമായിരുന്നു.